വളരെ അപൂർവമായിട്ടുള്ള പ്രസംഗ വേദികളിൽ കേൾക്കാമെങ്കിലും പത്രസമ്മേളനങ്ങൾ ആലോചിച്ചുറപ്പിച്ച് പറയുന്ന ചില കാര്യങ്ങളിലൊന്നും ഇത്തരത്തിൽ വാക്കുകൾ കടന്നു വരാറില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇപ്പൊ എ കെ ആന്റണി ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും ശശി തരൂരാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും ഒക്കെ നിങ്ങളൊക്കെ അവരുടെ ഭാഷകൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഭാഷ അവരിൽ നിന്ന് കിട്ടാൻ വഴിയില്ല. പ്രസംഗപീഠത്തിൽ ഒരു പക്ഷേ ചിലരൊക്കെ ഈ പ്രയോഗം നടത്തിയിട്ടുണ്ടാകില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത് പ്രസംഗത്തിലും അല്ലാത്തപ്പോഴും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് കൃത്യമായ മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ വേറൊരു വിഷയം രേണുക ചോദിച്ചല്ലോ, ഇതൊക്കെ എന്തിനാ വിഷയമാക്കുന്നത്? ജനങ്ങളുടെ മുമ്പിൽ ഇതൊരു വിഷയങ്ങളല്ല. ജനങ്ങൾ ഇത് ചർച്ച ചെയ്ത് കഷ്ടം എന്ന് പറയുന്നേ ഉള്ളൂ. ജനങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അവരനുഭവിക്കുന്ന നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന ഇന്നത്തെ ഗ്യാസ് സിലിണ്ടർ പ്രശ്നം, അതുപോലെ തൊഴിലില്ലായ്മ പ്രശ്നം, PSC ജോലി കിട്ടാത്ത പ്രശ്നം, ആശുപത്രികളിലെ ദുരന്ത പ്രശ്നം, ക്ഷേമ പെൻഷൻ കൃത്യമായി കിട്ടാത്ത പ്രശ്നം, ശമ്പളത്തിന്റെ ആനുപാതികമായി കിട്ടേണ്ട DR കിട്ടാത്ത വിഷയം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്, ജനകീയ വിഷയങ്ങള്. അതാണ് ജനങ്ങളുടെ മനസ്സിലത് മാത്രമേ ഉള്ളൂ. പക്ഷെ മാധ്യമങ്ങളാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ ഡീല്, ഏത് വീട്ടിലാണ് ഡീല് ചർച്ച ചെയ്യുന്നത്? ഒരു വീട്ടിലും ഡീല് ചർച്ച ചെയ്യില്ല. ഡീല് എന്ന് പറയുന്നത് ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തിലെ ഒരു ദിവസത്തിൽ ഉണ്ടാകാവുന്ന ഒരു രാഷ്ട്രീയ സംഭവവികാസത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ തർക്കമാക്കുന്നു എന്നുള്ളതാണ്. അത് 2 ദിവസം കഴിഞ്ഞാൽ അതങ്ങ് കഴിയും. 2 ദിവസം കഴിഞ്ഞിട്ട് പക്ഷേ അത് കഴിയുന്നില്ലല്ലോ. ഇന്ന് കൂടുതൽ മണ്ഡലങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. താങ്കൾ തന്നെ സൂചിപ്പിക്കുന്നു, ആരാണ്, ഏത് സാധാരണക്കാരാണ് ഈ തരത്തിലുള്ള വിഷയങ്ങളെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്നത്